وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസൂയത്ത് നൽകുകയാണ്. പഠിക്കാനും പകർത്താനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ ഘട്ടത്തിൽ 2 സൂറത്തുകളാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കുന്നത്. ഒന്നാമത്തെ സൂറത്തു നൂഹ് പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. രണ്ടാമത്തെ സൂറത്ത് 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്നാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. 72-ാം അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ജിന്നാണ്. ജിന്ന് എന്ന് കേൾക്കാത്ത ആരും ഇല്ല. പക്ഷേ ജിന്നിൻ്റെ വിഷയത്തിൽ വിവിധങ്ങളായ തർക്കങ്ങളും സംശയങ്ങളും പല ആളുകൾക്കുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതിനപ്പുറം ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ വേണ്ട. ജിന്നുകളെക്കുറിച്ച് അള്ളാഹുവും അവൻ്റെ റസൂലും എന്തൊക്കെ പഠിപ്പിച്ചു തന്നോ അതൊക്കെ വിശ്വസിക്കുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ഊഹാപോഹങ്ങളുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളും ചിന്തകളിലേക്കും പോവുക എന്നത് നമുക്ക് യുക്തവും അല്ല. ജിന്നുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത് നമുക്കറിയാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, നേർച്ചകളും വഴിപാടുകളും അല്ലാഹുവിനെ മാത്രം സമർപ്പിക്കുക, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലേക്കും ആരാധനകൾ കൊണ്ടുപോകാതിരിക്കുക എന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടി വിഭാഗമായ ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്നിന് അൽ ജിന്ന് എന്ന പേര് വന്നത് ഈ സൂറത്തിൽ കൂടുതലും സംസാര വിഷയം അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ജിന്നുകളെ കുറിച്ചാണ്. ജിന്നുകളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടികളാണ് നമുക്കറിയാം മലക്കുകൾ. ആ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് മലക്കുകൾ. എന്നാൽ മലക്കുകളില്ലേ? മലക്കുകളുണ്ട്. മലക്കുകളുടെ പ്രത്യേകത അവർ തെറ്റുകൾ ചെയ്യില്ല എന്നതാണ്. അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചോ അത് കൃത്യമായി ചെയ്യുകയും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മലക്കുകൾ. മലക്കുകളിൽ തെറ്റ് ചെയ്യുന്ന ഒരാളും ഉണ്ടാവുകയില്ല. എന്നാൽ മനുഷ്യരിലും ജിന്നുകളിലും വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളുമുണ്ട്. മനുഷ്യരിലുള്ളതുപോലെ തന്നെ ജിന്നുകളിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളുമുണ്ട്. മലക്കുകളെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത
ഒരു തരം ആത്മീയ ജീവികളാണ് ജിന്ന് വർഗം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, അപ്പൊ മലക്കുകളെയും നമുക്ക് കാണാൻ കഴിയില്ല, ജിന്നുകളെയും നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകൾ ജീവിക്കുന്നത് ആകാശലോകത്താണ്. മലക്കുകളുടെ ആവാസം, അവരുടെ സ്ഥാനം ആകാശങ്ങളിലാണ്. എന്നാൽ ജിന്നുകൾ അങ്ങനെയല്ല. ജിന്നുകൾ മനുഷ്യരാകുന്ന നമ്മൾ ജീവിക്കുന്നത് പോലെ ഭൂമിയിൽ ജീവിക്കുന്ന ഭൂമിയിൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജിന്നുകൾ എന്നത്. ജിന്നുകളുടെ മറ്റൊരു പ്രത്യേകത, മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും അള്ളാഹു പടച്ചിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ്, അല്ലേ? അതെ, മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവരാണ് മനുഷ്യർ. എന്നാൽ ജിന്നുകളെ പടക്കപ്പെട്ടിട്ടുള്ളത് തീയ് കൊണ്ടാണ്. തീയ് കൊണ്ട് പടക്കപ്പെട്ടവരാണ് ജിന്നുകൾ. മനുഷ്യർ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവും റസൂലും ജിന്നുകളെ കുറിച്ച് എന്താണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിനപ്പുറം മലക്കുകളെ കുറിച്ചോ ജിന്നുകളെ കുറിച്ചോ പറയാൻ നമുക്ക് പാടില്ല. അതിനെക്കുറിച്ച് കൂലങ്കഷമായി ഒരു ഗവേഷണം നടത്തേണ്ട ആവശ്യവുമില്ല. പറഞ്ഞതപ്പടി വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധവുമാണ്. ജിന്നുകളെ കുറിച്ച് അള്ളാഹു എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അപ്പടി സംശയമില്ലാത്ത വിധം വിശ്വസിക്കുക എന്നതും നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഖുൽ, നബിയെ പറയുക, ഖുൽ നബിയെ പറയുക, ഊഹിയ ഇലയ്യ, എന്നിലേക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഊഹിയ വഹിയ നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു, ഇലയ്യ എന്നിലേക്ക്. എന്താണ് ബോധനം നൽകപ്പെട്ടത്? അന്നഹുസ്തമഅ, അന്നഹു തീർച്ചയായും, ഇസ്തമഅ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട് എന്ന്, തീർച്ചയായും ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു എനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. ആര് ശ്രദ്ധിച്ചു കേട്ടു? ഇസ്തമഅ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. നഫറുൻ ഒരു ചെറു സംഘം, ഒരു ചെറു വിഭാഗം, അതിനാ നെഫർ എന്ന് പറയുക. അധികം ആളുകൾ 10-ൽ താഴെയുള്ള ഒരു വിഭാഗത്തിനാണ് നെഫർ എന്ന് പറയുക. അപ്പൊ നെഫർ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട്. ഏത് നെഫർ? മിനൽ ജിന്നി, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറു വിഭാഗം ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട് എന്ന് പറയണം. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ആര്? ജിന്നുകൾ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ, സമിഅ കേട്ടു, സമിഅന ഞങ്ങൾ കേട്ടു, ഇന്ന സമിഅന തീർച്ചയായും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ജിന്നുകൾ പറയാണ്, വിശദീകരണം പിന്നീട് പറയാം. ഇന്ന സമിഅന തീർച്ചയായും ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് ഈ ജിന്ന് വിഭാഗം കേട്ട ജിന്നുകൾ അവരുടെ കൂട്ടത്തിൽ ചെന്നുകൊണ്ട്, അവരുടെ സമൂഹത്തിനോട് ചെന്നുകൊണ്ട് പറയാ, ഇന്ന സമിഅന തീർച്ചയായും ഞങ്ങൾ കേട്ടു. എന്ത്? ഖുർആനൻ, പാരായണം കേട്ടു, ഒരു പാരായണ ഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. എങ്ങനെയുള്ള ഖുർആനാണ് ഞങ്ങൾ കേട്ടത്? അജബ, അത്ഭുതകരമായ, ആശ്ചര്യകരമായ ഖുർആൻ പാരായണം ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് ഈ ജിന്നുകൾ, കേട്ട ജിന്നുകൾ മറ്റു ജിന്നുകളോട് ചെന്നുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം, നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു ചെറു സംഘം വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുക. എന്നിട്ട് ആ ജിന്നുകൾ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ അത്ഭുതകരമായ, ആശ്ചര്യകരമായ ഒരു ഖുർആൻ പാരായണ ഗ്രന്ഥം ഞങ്ങൾ കേട്ടു എന്ന് ആ ജിന്നുകൾ പറഞ്ഞു. യഹ്ദി ഇല റോഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. യഹ്ദി അത് വഴി കാട്ടുന്നു. ഏത്? വിശുദ്ധ ഖുർആൻ. ഈ ജിന്നുകൾ മറ്റുള്ള ജിന്നുകളോട് ചെന്ന് പറയാ, അത്ഭുതകരമാണ് ഖുർആൻ, അത്ഭുതകരമാണ്, മഹാത്ഭുതമാണ് ഖുർആൻ,
ഖുർആനിന്റെ ഓരോ വാചകങ്ങളും അതിന്റെ ഘടനകളും അത്ഭുതമാണ്. പഠിക്കും തോറും വീണ്ടും വീണ്ടും പഠിക്കാൻ തോന്നുന്ന മഹാത്ഭുതമാണ് ഖുർആൻ. ഈ ജിന്നുകൾ മറ്റുള്ള ആളുകളോട് പറയാ, മറ്റു ജിന്നുകളോട് പറയാ, മഹാത്ഭുതമായ ഖുർആൻ അത് ഞങ്ങൾ കേട്ടു. പിന്നെ ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? യഹ്ദി ഇലർ റുഷ്ദ്. യഹ്ദി, ആ ഖുർആൻ വഴികാട്ടുന്നത്, ഇലർ റുഷ്ദ്, നേർമാർഗത്തിലേക്കാണ്, നേരായ വഴികളിലേക്ക് മാർഗദർശനം നൽകുന്ന, വഴി കാണിക്കുന്ന ഖുർആൻ പാരായണം ഞങ്ങൾ കേട്ടു. യഹ്ദി ഇലർ റുഷ്ദി, ഖുർആൻ സന്മാർഗത്തിലേക്ക്, നല്ല മാർഗത്തിലേക്ക് വഴി കാട്ടുന്നു. അതുകൊണ്ട് ഫആമന്നാ ബി, ഈ ജിന്നുകൾ മറ്റുള്ള അവരുടെ കൂട്ടുകാരാകുന്ന ജിന്നുകളോട് പറയാ, ഈ സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്ന അത്ഭുതകരമായ ഖുർആനിന്റെ വാചകങ്ങൾ ഞങ്ങൾ കേട്ടപ്പോ ഞങ്ങൾ എന്തു ചെയ്തു? ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, ബിഹി, അതുകൊണ്ട്, ആ ഖുർആനിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ ഖുർആൻ പാരായണം കേട്ട ജിന്നുകൾ ചെന്നിട്ട് അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു. ഫആമന്ന ബിഹി, ആ ഖുർആൻ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, വലൻ നുശ്രിക, ആ ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു നേട്ടം, വലൻ നുശ്രിക, ആ ഖുർആൻ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. വലൻ നുശ്രിക, ഞങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല. ഈ ജിന്നാളെ അവരുടെ കൂട്ടുകാരാകുന്ന ജിന്നാളോട് ചെന്ന് പറയാ, ഞങ്ങൾ ആ ഖുർആനിൽ വിശ്വസിച്ചിട്ടുണ്ട്. വലൻ നുശ്രിക, ഞങ്ങൾ ഇനി ഒരിക്കലും പങ്കു ചേർക്കുകയില്ല. ബിറബ്ബിന, നമ്മുടെ രക്ഷിതാവിനോട്, അഹദൻ, ഒരാളെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല എന്നവർ പ്രഖ്യാപിക്കുകയും അവർ പറയുകയും ചെയ്തു എന്ന സന്ദേശം, അള്ളാഹു എനിക്ക് ഈ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് എന്ന് സമൂഹത്തോട് പറയണം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. യഹ്ദി ഇലാ റുശ്ദി ഫആമന്നാ ബി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ആ ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. മുകളിൽ പറഞ്ഞു അത്ഭുതകരമായ ഗ്രന്ഥമാണ്. യഹ്ദി ഇലാ റുശ്ദി, യഹ്ദി ഇലാ റുശ്ദി, അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് ആ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളെയും ഒരു നിലക്കും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ഇതാണ് ഈ രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം. മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി സൂറത്തുൽ ജിന്നിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തുകൾ നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തിനാ ഈ ജിന്നുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? ജിന്നുകളെ കുറിച്ച് എന്തിനാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്? അതിലെ ഓരോ ആയത്തുകളിലും നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. 71-ാം അധ്യായം സൂറത്തുൻ നൂഹ് ആയിരുന്നു, അല്ലെ? സൂറത്തുൻ നൂഹിലൂടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വിശ്വാസി സമൂഹത്തോട് അല്ലാഹു തആല പഠിപ്പിച്ചത് എന്താ? 950 വർഷക്കാലം ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം, 9.5 നൂറ്റാണ്ട് ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തൗഹീദിലേക്ക് വന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾ അവരുടെ മർക്കട മുഷ്ടി കൊണ്ട്, അവരുടെ തറവാടിന്റെയും അവരുടെ സമ്പത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അഹങ്കാരികളായി, അവിശ്വാസികളായി തീരുകയാണ് ചെയ്തത്. കാര്യം അറിയാത്തത് കൊണ്ടായിരുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഒരു ആശ്വാസമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്. നമുക്കും അത് പാഠമാണ്. നമ്മളൊരു കാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ അത് പഠിക്കാൻ തയ്യാറാവുകയില്ല. അവിടെയൊക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. 950 വർഷക്കാലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. ആ വിശ്വാസി സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നും, എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത വിശ്വാസികളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നതിലും നമുക്ക് പാഠമുണ്ട്. വലിയ ഒരു ആശ്വാസത്തിന്റെ വാചകം. ആ പ്രവാചകനെ, നൂഹ് നബി അലൈഹിസ്സലാമിനെ ആ സമൂഹം അവർ സ്വീകരിക്കുകയല്ല, മറിച്ച് പീഡിപ്പിക്കുകയും ബഹിഷ്കരിക്കുകയും ആക്രമിക്കുകയുമാണ് ചെയ്തത് നബിയെ. അതേപോലെ തന്നെ അങ്ങേക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ അവസാന വിജയം, ആത്യന്തികമായി ഏറ്റവും അവസാനത്തെ വിജയം, പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും അവസാന വിജയം വിശ്വാസികൾക്കായിരിക്കും. ആ വിശ്വാസികളെ അള്ളാഹു സഹായിക്കുമെന്ന മഹനീയമായ പാഠമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ 71-ാം അധ്യായത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സൂറത്തുൽ നൂഹ് കഴിഞ്ഞ് 72-ാമത്തെ അധ്യായം സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിനോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? എന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് അവിശ്വാസികളായി, താന്തോന്നികളായി കഴിഞ്ഞുകൂടുമ്പോഴും
മനുഷ്യ വിഭാഗം പോലുമല്ലാത്ത, മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പോലുമല്ലാത്ത ഒരു കൂട്ടം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ സദസ്സുകൾ കേൾക്കാൻ വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ അവർ കേൾക്കുമായിരുന്നു. അവർ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ചവരായിരുന്നു. അത് ഹദീസുകളിൽ ധാരാളമായുണ്ട്. പല പ്രാവശ്യം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രവാചകനിൽ നിന്ന് അവർ ഖുർആൻ കേട്ടിട്ടുണ്ട്. ആ ഖുർആനിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അതാണ് അവിടെ പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചെന്നില്ലേ, ഫആമന്നാ ബി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. ആ ജിന്ന് വിഭാഗത്തിന്റെ ആ വിശ്വാസികളാകുന്ന ആളുകൾ, നബി തങ്ങളിൽ നിന്ന് ഖുർആൻ കേട്ട് വിശ്വസിച്ചിട്ടുള്ള ആ ആളുകൾ അവരെന്താ ചെയ്തത്? അവർ അവരുടെ സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് അവര് ദഅവത്ത് നടത്തി, പ്രബോധനം നടത്തി. അവർ ജനങ്ങളെ, ആ ആളുകളെ, ജിന്നുകളെ, അവരുടെ വിഭാഗത്തിൽപ്പെട്ട ജിന്നുകളെ ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ കാര്യമാണ് അവിടെ പറഞ്ഞത്. ഖുർആനൻ അജബ, ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആനാണ് കേട്ടത്, വല്ലാത്ത ഒരു അത്ഭുതമാണ്. മാത്രമല്ല, ആ വിശുദ്ധ ഖുർആൻ യഹ്ദി ഇല റുഷ്ദി, സന്മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും അസത്യങ്ങളില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത തിന്മയാകുന്ന ഒരു കാര്യത്തിലേക്കും വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞ നിരോധനകളുണ്ടോ അതെല്ലാം സത്യമാണെന്നും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് ഈ ജിന്നുകൾ അവരുടെ സമൂഹത്തോട് ചെന്ന് പറയുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന ആ ഒരു കാര്യമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ജിന്നുകൾ ഖുർആൻ കേട്ട വിഷയം അല്ലാഹു തആല ആയത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു. അവർ വന്നിരുന്നു, അവർ കേട്ടിരുന്നു, എന്നിട്ട് അവരുടെ സമൂഹത്തിലേക്ക് അവർ പോയി, അവര് ദഅവത്ത് നടത്തി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചവരാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ ധാരാളം ഹദീസുകളും ഈ വിഷയകമായി ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിന്നുകളിൽപ്പെട്ട ഈ വിഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ സൃഷ്ടിയാണ്. എന്നാൽ മനുഷ്യരിൽ ഉള്ളതുപോലെ തന്നെ അവിശ്വാസികളാകുന്ന ആളുകൾ, മർക്കടമുഷ്ടിക്കാരായ ആളുകൾ, ശൈത്വാന്മാർ, അത് ജിന്ന് വിഭാഗത്തിലും ഉണ്ട്. അത് രണ്ടും വേർതിരിച്ച് നാം മനസ്സിലാക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ജിന്ന് വിഭാഗത്തിൽ ഉണ്ട്. മനുഷ്യരിൽ അതേപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നവർ, വിളിച്ചു തേടുന്നവർ, നേർച്ച വഴിപാടുകൾ കൊടുക്കുന്നവർ, അല്ലേ, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട്. അതാണ് വിശ്വാസികളാകുന്ന ആളുകൾ പറഞ്ഞത്, ഫആമന്നാ ബി, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഒരിക്കലും ഞങ്ങൾ അള്ളാഹുവിൽ ഒരു വസ്തുവിനെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല എന്ന് അവർ അവരുടെ വിഭാഗത്തോട് ചെന്ന് പറഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സദസ്സിലേക്ക് ഈ ജിന്നുകൾ വന്ന വിവരം അള്ളാഹിന്റെ റസൂൽ ആദ്യം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. അല്ലാഹു തആല അതല്ലേ അവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം അറിഞ്ഞ കാര്യം അറിയോ? ഇന്ന് പല ആളുകളും അങ്ങനെയാ പറയുന്നത്. അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് നമ്മുടെ മനസ്സുകളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഈ ജിന്നുകൾ വന്ന് വിശുദ്ധ ഖുർആൻ കേട്ട വിവരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുകൾ വന്നു എന്നും അവർ ഖുർആൻ കേട്ടിട്ടുണ്ട് എന്ന വിവരം മനസ്സിലായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തപ്പോ. അതല്ലേ ഖുർആന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അവർ എന്റെ അരികിൽ വരികയും എന്നിട്ട് അവർ വിശുദ്ധ ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം അല്ലാഹു എനിക്ക് വഹി നൽകപ്പെട്ടു. അപ്പൊ അള്ളാഹു വഹി നൽകിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷയം മനസ്സിലായിട്ടുള്ളത്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടില്ല? ജിന്നുകൾ വന്ന വിവരം റസൂലുള്ളാഹിക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നമ്മോടൊപ്പമുള്ള ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ഒരു വിഭാഗം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ജിന്നുകൾ.
ആ ജിന്നുകളെ കുറിച്ച് വിശദമായി തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.